അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതുപോലെ തന്നെ ഞാൻ നമ്മുടെ സമിതി രൂപീകരിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സമിതിയിൽ അംഗങ്ങളായ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ അണ്ടർ പാസേജ് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ എന്തുമാത്രം കഷ്ടപ്പെടുന്നു ഈ ചേട്ടന്മാരൊക്കെ കൂടെ. അത്രത്തോളം ചെളിയും വേസ്റ്റും സ്മെല്ലും ഒക്കെയാണ്. ഈ ഓടയെല്ലാം ഈ വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഡമ്പായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കോരിയെടുക്കാന്ന് പറഞ്ഞാൽ അത്രത്തോളം കഷ്ടപ്പാടും ദുരിതമായിരുന്നു. കണ്ടില്ലേ നല്ല വെള്ളം പോകാനുള്ള നല്ല സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് മാലിന്യങ്ങൾ കൊണ്ട് അടഞ്ഞ് ബ്ലോക്കായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 6 മണിക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ക്ലീനിങ് പരിപാടി. 10:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞത്. കറക്റ്റ് 10:30 മണിയായി. 6 മണി മുതൽ 10:30 മണി വരെ എടുത്തായിരുന്നു. അപ്പോൾ ഒത്തിരി ചെളിയുണ്ട് കണ്ടില്ലേ, നല്ല ചെളിയും ചെടികൾ വളർന്നിട്ട് അതിൻ്റെ വേരുകളും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇത് മൊത്തം ഇവർ ക്ലീൻ ചെയ്തത്. ഒത്തിരി കഷ്ടപ്പാടും ദുരിതവും ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ കിൻഡേവി ഡോക്ടർ അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ളൊരു മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ചേട്ടന്മാർക്ക് വാങ്ങിച്ച് കൊടുക്കണം. കണ്ടില്ലേ ഇപ്പം ഒരു പരിധിവരെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം വാഹനങ്ങൾക്ക് പോകാൻ ഒരു പരിധിവരെ സൗകര്യമാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വെള്ളക്കെട്ടും ചെളിയും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. വെള്ളം പൂർണ്ണമായി ഇനി കാണില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ചെറിയ ഊറ്റുണ്ട്. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷനൊക്കെ ഇനി റെയിൽവേയിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തേണ്ടത്. ചെറിയൊരു ഊറ്റ് വെള്ളം വരുന്നുണ്ട്. ഇനിയും വെള്ളം വരാം, കെട്ടാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇത് ഫോളോ അപ്പ് ചെയ്ത് മാസത്തിൽ ഒരു തവണയെങ്കിലും നീറ്റായിട്ട് വൃത്തിയാക്കാൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കഷ്ടപ്പാടിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ചേട്ടന്മാരെ കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട് ചേട്ടന്മാർ, ഒരുപാട് നന്ദി. ദൈവം ആയുസ്സും ആരോഗ്യം തരട്ടെ.